ആവർത്തന പുസ്തകം 31 അധ്യായം. ബാരയ്ക്കുമോർ മോശെ ചെന്നു ഈ വചനങ്ങൾ എല്ലാ ഇസ്രായേലിനെയും കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞതെന്നാൽ, എനിക്ക് ഇപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിയില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. ഈ ജാതികളെ അവൻ്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളി ചെയ്തതുപോലെ യോശുവ നിനക്കു നായകനായി കടന്നുപോകുകയും താൻ സംഹരിച്ചു കളഞ്ഞ ആമോര്യ രാജാവരായ സിഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ അവരോടും ചെയ്യും. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യവുമുള്ളവരായിരിപ്പിൻ. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പിന്നെ മോശ യോശുവയെ വിളിച്ചു എല്ലാ ഇസ്രായേലും കാണുകെ അവനോട് പറഞ്ഞെന്തെന്നാൽ, ബലവും ധൈര്യവുമായിരിക്കാം. യഹോവ നീ ജനത്തിനോ കൊടുക്കുമെന്നോ അവരുടെ പിതാക്കളോട് സത്യം ചെയ്ത ദേശത്തേക്കോ നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. അനന്തരം മോശെ നീ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിൻ്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. യോശ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, 7 സംവത്സരം കൂടുമ്പോഴുള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിനും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലേക്കോ പരദേശിയും കേട്ടുപഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടു ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്നു കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു കൂട്ടണം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്കോ കൽപ്പന കൊടുക്കേണ്ടതിനോ അവനെ വിളിച്ചോ നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കിൽ വന്ന് നിൽപ്പിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശെ യോശുവയെ ചെന്ന് സമാഗമന കൂടാരത്തിങ്കിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തൂപം കൂടാരവാതിൽക്കൽ നിന്നും എഴുതി നിന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിൻചെന്നു പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ചോ ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ടോ ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായിത്തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയില്ലായും കണ്ടില്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിക്കുന്നത് എന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്നു എൻ്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാം. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിനോ അതോ അവർ വായിട്ടമാക്കി കൊടുക്കാം. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്തു അവരെ എത്തിച്ച ശേഷം അവ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതികളുടെ വായിൽ നിന്നും മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട്, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാൻ ഞാൻ ഇസ്രായേൽ മക്കളോടുകൂടെ സത്യം ചെയ്ത ദേശത്തോ നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടതും ചുവക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ
നിയമപ്പെട്ടത്തിനരികെ വെപ്പിൻ, അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവം ദുശാഠ്യവും എനിക്കും അറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരിക്കുകയായിരുന്നുവല്ലോ. എൻ്റെ മരണശേഷം എത്രയധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു വിട്ടുവിൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയും സാക്ഷി. എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറിക്കളയുകയെന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.